കുവൈറ്റ് തീപിടുത്തത്തിൽ മരിച്ചവരിൽ 14 മലയാളികൾ ഉൾപ്പെടെ 43 പേർ ഇന്ത്യക്കാർ. മരിച്ച 14 മലയാളികളെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വിവരങ്ങളുമായി കെ ജമാലുദ്ദീൻ UAE-യിൽ നിന്ന് ചേരുന്നു. ജമാൽ, അതിദാരുണമായ സംഭവം തന്നെയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും നടുക്കം നൽകിയൊരു വാർത്തയാണ് ഇന്നലെ ഇന്നലെ ഉച്ചയോടുകൂടി പുറത്തു വന്നത്. എന്തായാലും ഇപ്പോൾ 14 മലയാളികൾ മരിച്ചിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിലായി വിവരം ലഭിക്കുന്നത്. എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? വിവരങ്ങൾ നൽകാൻ ജമാൽ ചേരുകയാണ് UAE-യിൽ നിന്ന്. ജമാൽ, 14 മലയാളികളുണ്ട്, 43 ഇന്ത്യക്കാരുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ദുഃഖം ഏറ്റവും പാരമ്യത്തിൽ എത്തി നിൽക്കുന്ന മണിക്കൂറുകളിലൂടെയാണ് കടന്നു പോകുന്നത്. എന്താണ് അവിടുത്തെ സാഹചര്യം? അഞ്ജന, ഇന്ന് നേരം വെളുക്കുമ്പോൾ തന്നെ വീണ്ടും ദുഃഖകരമായ വാർത്തകളാണ് ഈ കുവൈത്ത് തീപിടുത്തത്തിന്റെ അപ്ഡേഷനുമായി ബന്ധപ്പെട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി 12 മണിയുടെ വാർത്തയിൽ നമ്മൾ പറഞ്ഞത് 9 പേരാണ് മലയാളികൾ മരിച്ചതെന്നാണ്. പക്ഷെ ഇപ്പോൾ അത് 14-ൽ എത്തി നിൽക്കുന്നു. ഇനിയും കൂടുതൽ ആളുകൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന ഒരു പ്രാർത്ഥന മാത്രമാണ് പൊതുവിൽ എല്ലാവർക്കും ഉള്ളത്. 49 പേരാണ് ഈ അപകടത്തിൽ ആകെ മരിച്ചിട്ടുള്ളത്. ഇതിൽ 43 പേർ ഇന്ത്യക്കാരാണ്, 6 പേർ മറ്റ് രാജ്യക്കാരുമാണ്. ഈ 43 പേരിൽ നിരവധി മലയാളികളുണ്ട്. അതിൽ 14 പേരെയാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഇനി കൂടുതൽ മലയാളികൾ ഇല്ല എന്നാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ. ഏതായാലും ഈ 14 പേരുടെയും വിവരങ്ങൾ കൃത്യമായി ലഭിച്ചിട്ടുണ്ട്. ബന്ധുക്കൾക്ക് വിവരം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള 4 പേർ, അതുപോലെ തന്നെ കൊല്ലം ജില്ലയിൽ നിന്നുള്ള 3 പേർ, കാസർഗോഡ് ജില്ലയിൽ നിന്ന് 2 പേർ, കോട്ടയം ജില്ലയിൽ നിന്ന് 2 പേർ, മലപ്പുറം ജില്ലയിൽ നിന്ന് 2 പേർ, കണ്ണൂരിൽ നിന്ന് ഒരാൾ. ഇങ്ങനെയാണ് മരിച്ച മലയാളികളുടെ എണ്ണം എന്ന് പറയുന്നത്. ഇത് രക്ഷാപ്രവർത്തനങ്ങളൊക്കെ തന്നെയും ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ നിരവധി ആളുകൾ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണുള്ളത്. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്ക് പ്രകാരം 40-ലേറെ ഇന്ത്യക്കാർ മരിച്ചിട്ടുണ്ടെന്നാണ് വ്യക്തമാവുന്നത്. ഇതിൽ 43 പേർ ഇപ്പോൾ ഇന്ത്യക്കാരാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഘട്ടത്തിന്റെ കൂടെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കാവൽക്കാരനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മലയാളികൾക്ക് സഹായമെത്തിക്കാൻ കേന്ദ്രത്തിന്റെയും അതുപോലെ കേരള സർക്കാരിന്റെയും നേതൃത്വത്തിൽ വിപുലമായ ഹെൽപ്പ് ഡെസ്കുകളും മറ്റ് ശ്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. നോർക്കയുടെ നേതൃത്വത്തിൽ വിപുലമായ ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. അതുപോലെ കേന്ദ്ര വിദേശകാര്യ മന്ത്രി ഇന്ന് കുവൈത്തിൽ അല്പസമയത്തിനകം എത്തിച്ചേരും. എംബസിയുടെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. ഏതായാലും ദുഃഖകരമായ വാർത്തകളാണ് ഈ കുവൈത്ത് തീപിടുത്തവുമായി ഇപ്പോൾ ഓരോ നിമിഷവും വന്നുകൊണ്ടിരിക്കുന്നത്. അഞ്ജന.